തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഹലോ എടാ ഞാൻ ഇവിടെ എത്തിയടാ പാറപ്പടാ. ഇതല്ലേ ഇപ്പം എൻ്റെ സ്പോട്ട്. സേഫാണ് ഇവിടെ ആകുമ്പോൾ വലിയ സീനൊന്നുമില്ല. അല്ല കാറ്റും എല്ലാം ഉണ്ടല്ലോ, നൈസായിട്ടിരിക്കാം. ഇതൊരാളാ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ഇപ്പോൾ വിഷയമൊന്നുമില്ല. ആടാ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇനി എപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എപ്പോഴും പ്ലാൻ ചെയ്യാം നമുക്ക്. അല്ല ഞാൻ വെറുതെ ഇപ്പൊ ഇവിടെ നീ കേശുവേ, എടാ ഞാൻ പറഞ്ഞ കക്ഷിയില്ലേ, പുള്ളി നമ്മുടെ ഗേറ്റിന്റെ പുറത്ത് നിൽപ്പുണ്ട്. ദേ ഇങ്ങോട്ട് വാ. അതാണ് ഞാൻ പറഞ്ഞ ആള്. എടി ഈ പുള്ളിയെ ഞാൻ ഇന്നലെ നമ്മുടെ ഗേറ്റിനോട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ നടപ്പാണ്. പിന്നെ വേറെ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കരുത്. ചുമ്മാ ഒന്ന് നോട്ടീസ് ചെയ്ത് ചിരിച്ചിട്ട് പോരെ. വാ. നോട്ടീസ് ആയി ചിരിച്ചിട്ട് വരാണെങ്കിൽ പിന്നെ എന്തിനുണ്ടെന്ന് എന്നെ വിളിച്ചേ? ആവശ്യമില്ലാത്തൊന്നും പറയരുത്. എടി ഞാൻ അങ്ങനെ ഇപ്പൊ ക്ഷണിക്കാനൊന്നും പോലല്ലോ, സംസാരിക്കാൻ പോലും കഷ്ടമായില്ല. വേണ്ടത് മാത്രം ചോദിക്കാവൂ കേട്ടോ. സീനൊന്നും ഉണ്ടാക്കരുത്. അല്ല ഞാൻ വെറുതെ നല്ല സ്ഥലം വേണ്ടേ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ചോദിച്ചില്ലല്ലോ. ഒന്നുമില്ല. അല്ല വെറുതെ അല്ല അല്ല ബ്രോ എവിടത്തെയാണ്? ഇവിടത്തെ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ റൂമുണ്ട് ഇവിടെ അടുത്ത്. ഇവിടെ അടുത്താ? അടുത്തെന്ന് പറയുമ്പോ ഇവിടെ അടുത്തെന്ന് പറയുമ്പം നമ്മുടെ വാഴക്കാലോ അതോ അങ്ങ് പടമോ? അല്ല വാഴക്കാലിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്താണ്. ചെമ്പൂക്കിലായിരിക്കും. റൂമുണ്ടാ? അതെ. അല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ടൈൽസിന്റെ പണിയാണ്. ടൈൽസിന്റെ പണിക്ക് പോകും. സ്വന്തമായിട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നതാ. അപ്പം വർക്ക് ഇല്ലാത്തോണ്ട് നൈസായിട്ട് ഇങ്ങനെ കാറ്റുള്ള വേണ്ടി സംഭവേ ഈ നമ്മുടെ അവിടെ ഒരു ഗേറ്റ് കണ്ടില്ലായിരുന്ന? അതിനിപ്പുറത്തോട്ട് ഈ ഏരിയ ഒക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ പൊതുവെ അങ്ങനെ ആരും അങ്ങനെ വന്നു പറയല്ലേ. വന്നെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. ബ്രോയുടെ പേര്? കേശു. ബ്രോയുടെ പേര്? ഇത് ഷിബു റോക്സ്. അല്ല ഞാൻ ടൈൽസിന്റെ പണിക്കാണല്ലോ പോണത്, അതുകൊണ്ട് റോക്സ്. അങ്ങനെ അർത്ഥവത്തായ പേര്. അതെ അതെ, ഭയങ്കര നല്ല. അല്ല ബ്രോയുടെ ശരിക്കുള്ള സ്ഥലം എവിടാണ്? അല്ല പാലക്കാടാണ്. പട്ടാമ്പിയില്. അല്ല പട്ടാമ്പിലാണല്ലോ പാലക്കാട്. പാലക്കാടാ? പാലക്കാട് പട്ടാമ്പി. എന്താ? അല്ല ഇതൊക്കെ എന്റെ സിസ്റ്റേഴ്സാ. നമസ്കാരം. ഇവിടെയാണോ താമസിക്കുന്നത്? ഞങ്ങളെല്ലാരും ഇപ്പൊ ആ വീട്ടിൽ നിന്നല്ലേ വന്നേ. ഞാൻ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട്. നല്ലതാ. അതാ ഇവിടാണ് താമസം. ആണല്ലേ? എന്റെ പിള്ളേര് വെയിറ്റ് ചെയ്ത് ഞാൻ പൊക്കോട്ടെ. പിള്ളേരൊക്കെ ആയാ? അല്ല ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എവിടെ വെയിറ്റ് ചെയ്യണ്? അത് നമ്മളെ പാറവട അറ്റത്താ? അതെ. അവിടെ നല്ല സ്ഥലമാണല്ലോ. നല്ല പ്രകൃതിയല്ലേ? പിന്നെ ഭയങ്കര പ്രകൃതിയാ. അങ്ങനെ പ്രകൃതി കൂടിയിട്ട് കുറെ പിള്ളേർ അങ്ങനെ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവര് പിന്നെ അലമ്പായി പോലീസൊക്കെ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണ്. അയ്യോ ഞാൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അല്ലല്ല, പ്രശ്നക്കാരെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചേ. അങ്ങനെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അവരൊന്ന് തൂക്കിയെടുത്തോണ്ട് പോവും. അങ്ങനെ എങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ശരി. അപ്പൊ കേശു ശരി, കാണാം. ശരി, ഓക്കെ സിസ്റ്റേഴ്സ്. ബൈ. ഈ പട്ടാമ്പി എന്ന് പറയും ഒന്നുമില്ല, ചുമ്മാ മറ്റേ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് പട്ടാമ്പി എന്ന് പറയുമ്പോഴേ പാലക്കാടല്ലേ? പാലക്കാട് പട്ടാമ്പി. ആരാടാ ഇതൊക്കെ? അതാണ് ചേച്ചി ഷിബു റോക്സ്. ഏത് ഷിബു? ഏതോ ഷിബു. പിന്നെ നീ എന്തിനാണ് ആവശ്യത്തെ ഇടിച്ചേറി സംസാരിക്കാനൊക്കെ പോയത്? അതല്ലേ ചേച്ചി, ഈ പുള്ളിക്കാരനും കുറച്ച് പയ്യന്മാരും കൂടെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു.
അപ്പൊ ഞാനിത് കണ്ടുകൊണ്ട് ഇവരുടെ അടുത്ത് പറഞ്ഞ് ഒന്ന് പോയി നോക്ക് സംസാരിക്കുന്നൊക്കെ അത്രേ ഉള്ളൂ. അതിന്റെ മുഖത്തോണ്ട് കള്ളലക്ഷണം. അതിപ്പോ നിന്റെ മുഖത്തുണ്ട് കള്ളലക്ഷണം. ഓ തന്നെ പോ. എടേ എനിക്ക് സംസാരിച്ചിട്ട് എന്ത് തോന്നി? സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞ ഒരു കാര്യം ഏറെക്കുറെ എന്തായാലും കള്ളമാണ്. എന്ത്? പാലക്കാട് പട്ടാമ്പി അല്ല വീട്. പട്ടാമ്പി സംസാരിക്കുന്ന താമസിക്കുന്ന ആളെ സംസാരിക്കുന്ന രീതിയാണ് അത്. തിരുവനന്തപുരം ആ കറക്റ്റ് ആയിട്ട് വേണ്ട സ്ലാങ് ആയിരുന്നല്ലേ. എന്നിട്ട് ചോദിക്കുന്നു പട്ടാമ്പിയിലല്ലേ പാലക്കാടെന്ന്. എന്തരേലാവട്ടെ, അവരുടെ കാര്യം അവര് നോക്കിക്കോളൂ. ഇപ്പൊ നമുക്കതാണ് വിഷയം, അതാണ് നമ്മുടെ പ്രശ്നം. ആണോ അങ്ങനെ എന്തേലും ചേട്ട് പോട്ടെന്ന്. അത് കനകാണ്ടി കാര്യമായിട്ട് എന്തോ തിന്നെ ഉണ്ടാക്കി കനകാണ്ടി കാര്യമായിട്ട് എന്തോ തിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെല്ലേ ചെല്ലേ വാ 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 കമാൻ കമാൻ. കനകാണ്ടി കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചു. പാലക്കാട് പട്ടാമ്പി. അലക്കുകയും വേണം, തേക്കുകയും വേണം, മടക്കുകയും വേണം. ഇവിടെ ഉള്ളവർക്കൊന്നും അതിനൊന്നും സമയമില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്തോണം. ഭവാനിയേ എന്തെടുക്കുക? ഞാനിവിടെ ചുമ്മാതിരുന്ന് വിശ്രമിക്കുക. കണ്ടില്ലേ വിശ്രമിക്കുന്നത്? ശ്രമിച്ചോ. ഇതൊന്നും മടക്കി വെക്കാൻ പറഞ്ഞിട്ട് നിനക്ക് വയ്യല്ലോ. അതെന്റെ തുണിയല്ല, കേശുവിന്റെ അവരോട് പറ. കേശുവിന്റെ തുണി നീ മടക്കത്തില്ല? ഞാൻ എന്തിനാ മടക്കണേ? ആ ചേച്ചി മടക്കാത്ത? അവന് മടക്കി എന്താ കുഴപ്പം? എന്നാലും ചേച്ചിക്ക് മടക്കി എന്താ സൗകര്യമില്ല. ഓ സ്നേഹം ഇല്ലല്ലോ നമ്മളോടൊന്നും ഇല്ലെങ്കിലും. ചേച്ചി എന്താ ഒന്നും ഇല്ലെങ്കിൽ അവിടെ അത്രയും സ്ഥലമുണ്ട്. ഉള്ള അലമ്പന്മാര് മൊത്തം വന്ന് അവിടെ ഇങ്ങനെ നിന്ന് 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 അവരടി ഉണ്ടാക്കും. പോലീസ് വരും, അവന്മാരെ പൊക്കിക്കൊണ്ടു. ഈ നേരെ ചുവള്ള ഒരുത്തിനോട് വരൂല്ലേ ഈ കളിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ, എത്രമാത്രം കളിയുണ്ട്, അതിനൊന്നും ഒരുത്തരും വരൂല്ല. എടാ മുമ്പൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ ഇവിടെ കളിക്കാൻ വന്നുകൊണ്ടിരുന്നതല്ലേ? ഷട്ടിൽ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടാ? കൊറേ എണ്ണങ്ങളുണ്ട്. വെറുതെ ഫോൺ നോക്കി അലമ്പത്തരവും കാണിച്ച് വെളിവില്ലാണ്ട് കിടക്കും. ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കാൻ നേരത്ത് ഓരോ സെക്ഷൻ ഉണ്ടല്ലോ. ഞങ്ങള് പൈസ പിരിവിട്ട് ബെറ്റൊക്കെ വെച്ച് ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരുമായിരുന്നു ഇവിടെ. അത് ശരിയാണ്. ഇപ്പോഴുള്ളവന്മാരുടെ കാര്യമൊന്നും പറയണെങ്കിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങ് പറയാനും പറ്റത്തില്ല. കാരണം എത്രയോ പേര് മറ്റേ ടർഫിൽ പോയി കളിക്കുന്നു. പ്രായമുള്ളവരുന്നില്ല, കൊച്ചു പിള്ളേരുന്നില്ല, എല്ലാവരും പോകുന്നില്ലേ. അതുകൊണ്ട് അങ്ങനെ തീർത്തറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ യൂത്തിനെ പിടിച്ചെന്നാണ്ട് ഒലക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. കോളേജില് സ്കൂളില് ഉള്ള ഏക്കണ്ട എല്ലാ സ്ഥലത്തും ഉണ്ട് ലഹരി. ലഹരി കേശുവേ, എനിക്ക് ആ ഷിബു റോക്സിന്റെ കാര്യത്തില് വല്ലാത്തൊരു സംശയം. എന്തോ വശപ്പശ ഉള്ളതുപോലെ. നീ ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ ഒരു നോട്ടവും വർത്താനവും ഒരു കാര്യമുള്ളൊരു ചിരിയും. എന്തോ റോങ് ഉണ്ടടാ. സംതിങ് ഈസ് വെരി റോങ്. അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അവര് ഇവളെ നോക്കുമ്പോഴത്തേക്ക് ഇവള് മുഖം ചൊളിച്ച് അങ്ങോട്ടൊരു നോട്ടം നോക്കും. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നവും. അങ്ങനെയാണ് മിക്ക പ്രശ്നങ്ങൾ ഉണ്ടാവണതും. ഓ തന്നെ, ഞാൻ മുഖം ചുരുക്കുന്നോണ്ടാണ് ഇവിടുത്തെ സകല പ്രശ്നം ഉണ്ടാവുന്നത്. സന്തോഷമായില്ലേ? എന്നെ ഇങ്ങ പ്രശ്ന? അയ്യോ, പ്രശ്നം എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പ്രശ്നവും ഇല്ല. എല്ലാ സ്പെഷ്യലും ഉണ്ടാക്കിയ இருக்கு. கோதுமை தோசை இருக்கு, சாதா தோசை இருக்கு. அந்த தோசையில சர்க்கரையும் தேங்காயும் போட்டு வச்சிருக்கேன். കനകത്തിന് ശർക്കര ഇല്ലാതെ ഒരു പരിപാടിയില്ല. ചുമ്മാതല്ല പിള്ളേർ പറയുന്നത്. ഇനി മീൻകറിക്കകത്തി കൂടെ മാത്രമേ ഉള്ളൂ ശർക്കര ചേർക്കാൻ. அம்மா சும்மா ஓட்டாதீங்க. അമ്മമ്മ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. அப்படி சொல்லி கொடு பாரு. അങ്ങനെയാണെങ്കിൽ കനാൻ്റെ രണ്ടാറിന് എടുത്ത് വെച്ചോ. 5-6 എണ്ണത്തിലൊന്നും ഒതുങ്ങൂല. അവന്റെ വാ കഴക്കണ വരെ അതിന്റെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. கண்டிப்பா எனக்கு ரொம்ப பிடிக்குமே. ഡിപ്പെൻസ് അപ്പോൺ മൂഡ്. ചിലപ്പോ കൂടും, ചിലപ്പോ കുറയില്ല. കഴിക്കേണ്ട പ്രായത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ പിന്നെ ഭയങ്കര മടിയായിരിക്കും. ഏത് പ്രായത്തിലാണെങ്കിലും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാ പോരെ? വെറുതെ എന്തിനാണ് വാരി വലിച്ചു കഴിക്കണത്? ഈ പറയുന്ന കേട്ടാത്തൊന്നും എപ്പോഴും അങ്ങ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവന്ന്. നീ ഇന്ന് വരെ നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ എല്ലാരെ പോലെ വാരി വലിച്ചു കഴിക്കാറില്ലെന്നേ ഉള്ളൂ. അമ്മുമ്മേ, യു നോ എ ലാർജ് എഗ് കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി 72 കാലറീസ്. എന്തോന്നാ? ഒരു കോഴിമുട്ടയിലെ 72 കാലറീസ് ഉണ്ടെന്ന്. കലോറിയും ലോറിയും. പണ്ടുള്ളവരൊക്കെ അത് നോക്കിയല്ലേ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. എടി, നല്ല വ്യായാമം, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, ഇതൊക്കെയായിരുന്നു പണ്ട്. ഇപ്പോഴോ അത് കഴിക്കാൻ പാടില്ല, ഇതേ കഴിക്കാവൂ, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, എന്നിട്ട് ലോകത്തില്ലാത്ത അസുഖങ്ങൾ മൊത്തം ഉണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങോട്ട് മാറുവച്ചേ. പുതിയ കാലഘട്ടത്തിലെ സയന്റിഫിക് പഠനങ്ങളെ അംഗീകരിക്കാത്ത ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ മുഖം തിരിക്കുന്നു.
നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അവിടെ ഒരു സയനസ്. എന്ത്? ഒന്നും ഇല്ലടേ എന്റെ പൊന്നെ. ആ കേശു നിന്നോട് എന്തോന്നു keep an eye on him. ആരെടുത്ത് എന്തരടി ഷിബു എന്ത് ഷിബു റോക്സ്. ഷിബു റോക്സ്. നീ ഇത്ര നേരം അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു കണ്ണ് വേണോടാ, സംതിങ് സസ്പിഷ്യസ്. കുറച്ചും പറഞ്ഞ് 2 കണ്ണും വേണോന്ന്. അന്ന് നീ 2 കണ്ണും വെച്ചോ, 4 സംതിങ് സസ്പിഷ്യസ്. ചേട്ടാ ഓ പാറമട ചൂണ്ടിട്ടാ പോരെ? പാറമട ചൂണ്ടിട്ടാ സെറ്റ് ആവില്ല മക്കളെ. അവിടുത്തെ മീനൊക്കെ കള്ളക്കുത്ത് അടിച്ചു. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ തോട്ടിൽ പോയി ചൂണ്ടിടാം, എല്ലാം തടയും. പിന്നെ തോട്ടിന്റെ അവിടുന്ന് മാറി നോണം കേട്ടല്ലോ, അല്ലെങ്കിൽ ഒഴിവ് പോവും. എനിക്ക് പേടിയില്ല ചേട്ടാ, പേടി. എനിക്ക് പേടിയില്ല, പറഞ്ഞാൽ മതിയില്ല. എന്നാലും ഈ കുളത്തിൽ സെറ്റ്. ഹലോ ബ്രോ ബ്രോ, സുഖല്ലേ? സുഖമായിട്ടിരിക്കണ്. എവിടെ പോണു? നമ്മളിങ്ങനെ ഈ ചൂണ്ടിടാൻ വേണ്ടി ഒന്ന് പോകാന്ന് വിചാരിച്ചു. മക്കളെ പാറേ, നീ എവിടെയെല്ലാം മാറിയില്ല? അവിടെ തണലത്തോട്ട് മാറിയിക്കണം കേട്ടാ, കാട്ടിലോട്ടൊന്നും കയറി പോലെ. ഞാൻ പോരാ. അല്ല കുഴപ്പമില്ല, പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ ഇതാണ് എല്ലാരും കൂടെ. ഇവിടെ ഇവരൊക്കെ ആരാ? ഇതാണ് എന്റെ പിള്ളേര്. പിള്ളേരാ? ഓ മറ്റേ കൂടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞത്? അല്ല കൂടെ ജോലി ചെയ്യണല്ലേ, ഇതിന്റെ കമ്പനി പിള്ളേര്. കമ്പനി പിള്ളേര്? അതെ. അല്ല ഇതാരാ? അതെ അതോ അനീത്തിയ. അനീത്തി. അപ്പം അവിടെ കണ്ടത്? ഒരെണ്ണം അനീത്തി, ഒരെണ്ണം ചേച്ചി. ചേച്ചി. ഓ നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടല്ലേ? കുറച്ച് പേരുണ്ട്. രസമല്ലേ ഇതൊക്കെ? അല്ലേ ഇങ്ങോട്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ചൂണ്ടിടാൻ പോവാണെന്ന്. അയ്യോ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടായി പോയി, അതാണ്. അല്ല മറന്നുപോയി. അല്ല ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഇത് കണ്ണില് കരട് പോയി, അത് എടുക്കാൻ വേണ്ടി വെച്ചതാ, മറന്നുപോയി. അതും മറന്നുപോയി. ഇതോ കണ്ണില് കരട് പോയത്? ശരി ശരി. അല്ല ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളു. അവര് എന്താ എല്ലാരും ഒരുമാതിരി ഇരിക്കണേ? അല്ല അവരൊക്കെ ഓരോന്നും ഓരോ രീതി ഇരിക്കുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലേ ബ്രോ, നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ആയിരിക്കും. ഞാനിങ്ങനെ ഇപ്പം ഉദാഹരണത്തിന് ആളെ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണേ, അവരെങ്ങനെ നിക്കണേ, ഞാൻ ഇങ്ങനെ ചൂണ്ടയിട ഇറങ്ങണ്. പിന്നെ ചൂണ്ടയിട്ട് നമുക്ക് നല്ല മീനെ കിട്ടുകയാണെങ്കിൽ കിട്ടും, നല്ല ഇട്ട് കഴിഞ്ഞാൽ കിട്ടും, നല്ലതിനെ കിട്ടും. തമാശ പറഞ്ഞാണല്ലേ? പിന്നെ ഞാൻ തമാശ മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് സീരിയസും പറയും. സാറി കുഴപ്പമില്ല, നമ്മളെല്ലാരും എന്തായാലും ഓരോരോ സ്വഭാവക്കാരായിരിക്കുമല്ലോ. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ തന്തയല്ലല്ലോ അവളെന്റെ തന്താ. തന്തയ്ക്ക് വിളിച്ചല്ല, സത്യമായിട്ട് തന്തയ്ക്ക് വിളിച്ചല്ല. നമ്മൾ ഈ പറയുമ്പോ ഇങ്ങനെ പറയുമല്ലോ. ഉദാഹരണത്തിന് ഈ ചൂണ്ട, ഈ സ്ട്രിങ്. ചൂണ്ട വേറെ, സ്ട്രിങ് വേറെ. അതേപോലെ ഞാൻ വേറെ, അളിയൻ വേറെ. സ്ട്രിങ്. നമുക്ക് അത് കാര്യമൊന്നും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓരോ ടെൻഷനും പ്രഷറിലൊക്കെ നടക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ അതിപ്പോ എല്ലാവർക്കും ഒരു ടെൻഷൻ മറ്റേത് മറിച്ചൊക്കെ ഉണ്ടല്ലോ. പഴയ ലൈഫ് സ്റ്റൈലൊന്നും അല്ലല്ലോ. ചിലരിങ്ങനെ പറയും, പണ്ടത്തെ ആൾക്കാരെ നമ്മള് എപ്പോഴും നോർമലായിട്ട് നടക്കണം, ഹാപ്പിനെസ് അങ്ങനത്തെ പ്രശ്നം. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേര് അവര് ഈ ഹാപ്പിനെസ് തേടിയായാലും നമ്മുടെ കാര്യമാണ് കേട്ടോ, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അത് ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. ബ്രോ അങ്ങനെ വല്ല ഉപയോഗിക്കണ യൂത്തിന്റെ കേസ് പറഞ്ഞോണ്ടേ? അല്ല ഈ ബ്രോ അങ്ങനെ വല്ല ഉപയോഗിക്കാറുണ്ടാകും? എന്ത്? ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് ചെറുതായിട്ട് ഒന്നും കൂടെ കട്ടായി. ഞാൻ ഈ ഉദ്ദേശിച്ചത് ഈ പിള്ളേർ ഈ ഡ്രഗ്സ് അങ്ങനത്തെ ഈ ലഹരി വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിക്കുമല്ലോ. ഞാൻ അങ്ങനല്ല, ഞാൻ അതൊന്നുമില്ല. ഇല്ല പെർഫെക്റ്റ്. പിന്നെ അത് അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ പിള്ളേർ ഇടയ്ക്കൊന്ന് മണപ്പി, ഇടയ്ക്ക് നല്ലവരാ കണ്ടേ. അവര് അല്ല ശരിയാണ്, അവര് അവരുടെ കാര്യം നമുക്ക് ഉപദേശിക്കാം, നമ്മൾ ആരും അല്ലല്ലോ. പിന്നെ നമ്മളങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഉപദേശിക്കാൻ പറ്റും? നമ്മളൊരു സ്ഥാനം വേണ്ടേ? പിന്നെ നമ്മളൊരിക്കലും അങ്ങനെ ആരും, നമ്മുടെ കാര്യം മാത്രം നോക്കണം, വേറെ കാര്യം അങ്ങനെ നോക്കല്ലോ. നേരെ പോ. ശരി, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഹാപ്പിനെസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. ഹാപ്പിനെസ് ഞാൻ തരാം, ഹാപ്പിനെസ്. ശരിയല്ലേ? അപ്പൊ ബൈ. ഇതെന്താ ഇങ്ങനെ?
അല്ല അവരെ മൈൻഡ് ചെയ്യണ്ട, അവരെ ഇൻട്രോവേർട്ടാ അവരെ മൈൻഡ് ചെയ്യണ്ട. നല്ലതാ, കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഹാപ്പിനെസ്സിന് വേണ്ടി. ഞാൻ വരും. ഹാപ്പിനെസ്. ശരി അപ്പൊ. ശരി ശരി. അതല്ല ബ്രോ ചൂണ്ടാക്കട്ടെ എങ്ങോട്ടാ? പലരി കടേന്ന് 100 പരിപ്പ് മേടിക്കാൻ പോണ്. പുതിയ ഐഡിയ ആയിരിക്കും. സാധനം വാങ്ങിച്ച് തൂക്കിയിട്ടുണ്ട്. പിന്നെ തൂക്കിയിട്ടുണ്ട് വരാം. മക്കളെ മാടാ. എന്താ ചേട്ടൻ ചോദിച്ചേ? ഒന്നും നീ കേൾക്കാനുള്ളതല്ല. വാ ഒന്ന് ചൂണ്ടിട്ട് നോക്കിയതാ. എന്താ പറ ചോദിച്ചേ? എടി പട്ടാമ്പില് പട്ടാണി വിൽക്കുമല്ലോ, അപ്പൊ ആ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. അത്രയൊക്കെ നീ അറിഞ്ഞാൽ മതി. വാ. എത്തിയാ എന്താ വന്ന് മിണ്ടാണ്ടിരിക്കണത്? ഡേ മീൻ പിടിക്കാൻ പോയിട്ട് മീൻ കിട്ടിയാ? മീൻ കിട്ടിയില്ല, പക്ഷെ മീൻ കിട്ടും. നല്ല കിടുക്കൊരു ഇര കൊളുത്തി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാ ഡുമ്മനെ കയറി കുത്തും. കരക്കിനേരേ എന്താ പറയണത്? നീ ഇപ്പൊ കൃഷിപ്പണി നിർത്തി, ഇനിയിപ്പൊ മീനിലോട്ടാണ് ഇൻട്രസ്റ്റ്. നീ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞത് എന്ത്? എന്താടാ? ശിബു ഉണ്ടല്ലോ, ശിബു. അത് വെറും ശിബു അല്ല, ശിബു റോക്സ് തന്നെ. എന്താ സംഭവം? എന്ത് ഡേ നീ എവിടെ പോയതാണെന്ന്? നിങ്ങൾ എന്ത് വിചാരിച്ചേ? ഞാൻ മറ്റേ ചൂണ്ടേതോ ലെവളെ കൊണ്ട് പോയപ്പോ മീൻ പിടിക്കാൻ പോയെന്ന് വിചാരിച്ച? അപ്പൊ മീൻ പിടിക്കാൻ പോയതല്ലേ? സ്പൈ വർക്കിന് പോയത്. എടാ നീ ആ പുള്ളി എടുത്ത് സംസാരിച്ചാ? എന്നിട്ട് പുള്ളിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, ഷിബു സാറിന്റെ. വരണമായിരുന്നു, സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതായത് യൂത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, പിന്നെ അതിൽ നിന്ന് യൂത്തിന് മോചനം നേടാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി കുഴപ്പമില്ല, കുറച്ചൊക്കെ ഉപയോഗിക്കുക, അങ്ങനെ ഇങ്ങനെ അവരങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഹാപ്പിനെസ് ആണ് വേണ്ടത്. ഭയങ്കര ക്ലാസ് ആയിരുന്നു, തേങ്ങ കൊല എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളി ഒന്ന് സൈക്കോളജിസ്റ്റാ? സൈക്കോളജിസ്റ്റ് അല്ല, ആളെ അതൊക്കെ മേലെയാണ്. എന്തെങ്കിലും മനസ്സിന് തന്നെ പ്രശ്നമോ ഭാരമോ വല്ലതും ഉണ്ടെങ്കിൽ ചെന്നാൽ മതി, പുള്ളി എടുത്ത് ഇറക്കി തരും. നീ പിള്ളേരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയായിരുന്നു? ചേട്ടാ എന്റെ പൊന്നമ്മ, ഞങ്ങൾ ഇവിടെ പറയുന്ന ഓരോന്നും കേട്ടിട്ട് അതും ഇതും പറയല്ലേ. കറക്റ്റ് കാര്യം ഞാൻ പറയാം ചേച്ചി, കേൾക്കണം. ആ ശിവു ഉണ്ടല്ലേ, അവൻ ഇപ്പം നിലവില് ഇവിടെയാണ് ബേസ് ആക്കിയിരിക്കണത്. ഇവിടെ കേന്ദ്രീകരിച്ചാണ് അളിയന്റെ ബിസിനസ്. നമ്മളത്തെ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? അങ്ങനെ ടൈല് പണിക്ക് പോണെന്നാ? തേങ്ങയാണ് ടൈല് പണിക്ക് പോണത് അല്ല. പിന്നെ പട്ടാമ്പി, പാലക്കാട് പട്ടാമ്പി വീട് പോലും. പാലക്കാട് പട്ടാമ്പി ഒന്നുമല്ല എൻ്റെ വീട്. സംഭവം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ പയറുകളുണ്ട്. ഓരോ സ്ഥലം കേന്ദ്രീകരിക്കും, എന്നിട്ട് അവിടുത്തെ വർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ പ്രശ്നം വരുമ്പോൾ അവിടുന്ന് മുങ്ങുന്നു, അടുത്ത സ്ഥലം. അത് കഴിഞ്ഞ് അപ്പുറം ഇപ്പുറം അങ്ങനെ ചാടിച്ചാടി കിടക്കും. ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കൂല, എല്ലാ സ്ഥലത്തും ബിസിനസ് ഫോർ ബിസിനസ്. என்ன கேஷு ஒண்ணுமே புரியலையே. கனகாண்டி இது வந்து ஷிபு ராக்ஸ்നെ പറ്റി பேசிட்டு இருக்கு. ഷിബു റാക്സാ? ആമാ, പ്രത്യേകതര ഒരു റോക്കാണെങ്കിൽ. അവര് വല്ല പ്രശ്നക്കാരുവാണെങ്കിലേ മക്കൾ അവരോട് സംസാരിക്കാനൊന്നും പോവല്ലേ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മോൻ അറിയാവല്ലോ, ഉണ്ടാക്കിയ പ്രശ്നമൊക്കെ. പണ്ടത്തെ എന്തൊരു പ്രശ്നമൊന്നും എല്ലാമാരും ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ട് നമ്മളത് സോൾവ് ചെയ്ത് അടി ഉണ്ടാക്കി തീർത്ത് വിടുവല്ലേ ചെയ്യാറ്? അടി ഉണ്ടാക്കി തീർത്ത് വിടില്ലേ എന്ന് അതിന് പോവല്ലേ എന്നാ പറഞ്ഞത്. ശരി അതിനൊന്നും പോകുന്നില്ല. പിന്നെ എല്ലാരും പറയും കേരളം നന്നാവണം. ചുമ്മാ എങ്ങനെയാന്ന് കേരളം തൂത്തുവാരി നന്നാക്കാനൊന്നും പറ്റൂല. ഫസ്റ്റ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി അതൊക്കെ ഡീൽ ചെയ്താലേ പിന്നെ കേരളം നന്നാവുള്ളൂ. മനസ്സിലായി? എല്ലാരും യുവത്വം നശിക്കണമെന്നും പറഞ്ഞ് വിളിച്ച് കാറും. എന്നാ അവർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ ചെയ്യണം. പക്ഷെ ചെയ്യുമ്പോ സൂക്ഷിച്ചു വേണം. എന്തിനു പറഞ്ഞറിയോമേ? ഞാൻ അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. പിള്ളേരെന്തോരം ഇടയ്ക്ക് വെച്ച് എന്തോരം മണപ്പിക്കുമെന്ന്. അവൻ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ 3 തവണയാണ് വേറെ പോയിട്ട് വന്നേ. അവനോട് പോയിട്ട് വന്നേ? എടി കട്ടായി പോയെന്ന്. കട്ടായി പോയെന്ന് പറഞ്ഞ കട്ടായി പോയെന്ന് പറഞ്ഞ ഇപ്പം ഇടയ്ക്ക് വെച്ചേ നമ്മുടെ ഈ കനകാന്റി ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ടക്കനെ മധുരയ്ക്ക് പോയിട്ട് തിരിച്ചു വരൂലേ? അല്ല അങ്ങനെ ഇല്ലേ? അത് തന്നെ, ആ സെയിം സാധനം തന്നെ കട്ടായി പോകുന്നത് വെച്ച്. അവന്റെ ബാക്കി ഒരു 3 എണ്ണം നിപ്പുണ്ടായിരുന്നു. ഞാൻ അളയാ ഫോട്ടോ എന്ന് പറഞ്ഞ കൈ കാണിച്ച് എവിടാ ഉമ്മണോ ഇങ്ങനെ കുന്തം വീട് നോക്കിക്കൊണ്ടിരുന്നത്. വേറെത്തിലാണ് ഇങ്ങനെ കിണിച്ചോണ്ട് തന്നെ നിക്കണ്. എനിക്ക് മനസ്സിലായതേ ഇല്ല. എന്നിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു ഇൻട്രോവർട്ടെന്ന്. അവൻ എന്നിട്ട്
ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ഇത് ഉപയോഗിക്കുന്നതിന്. അങ്ങനെ പാടുണ്ടോ? എന്തുവാടാ അവർ ഉപയോഗിക്കുന്നേ? അയ്യോ, ഞാൻ 1/2 കിലോ മേടിച്ചിട്ട് ഉപയോഗിക്കൂ. അല്ല പിന്നെ അമ്മ എനിക്കെങ്ങനെ അവന്മാരെന്തിനാണ് ഉപയോഗിക്കണേന്ന്? എല്ലാ കഞ്ചാവ് MDMA ഒക്കെ ഇറാനോ വല്ലതായിരിക്കും. കഞ്ചാവെന്നൊക്കെ കേട്ടിട്ടുണ്ട്, വേറൊന്നും കേട്ടിട്ടില്ലടാ. ഇല്ലേ? ഇല്ല. അപ്പൊ MDMA കേട്ടിട്ടേ ഇല്ല. ഈ ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചു പറഞ്ഞു. ആ, നീ ഇവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ വലിച്ചു കയറ്റിയത്. അത് ഉപ്പ്. ഇവിടെ അങ്ങോട്ടൊരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു മാങ്ങ എടുത്ത് കുറച്ച് ഉപ്പും കൂട്ടി തിന്ന് ഇവരെല്ലാം കൂടെ MDMA മറ്റേന്നൊക്കെ പറഞ്ഞോണ്ട് വന്നു. അതല്ല എന്റെ അമ്മൂമ്മ, ഈ വക സാധനങ്ങളൊക്കെ ഗവൺമെന്റ് നിരോധിച്ചതാണ്. അത് ഇല്ലീഗലാണ് ഇവിടെ. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. அதுதானே இதெல்லாம் தப்பு தானே யூஸ் பண்றது. ആ തപ്പതാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് കൊണ്ടുതരാം. കുറച്ച് ചക്കര ഇട്ടിട്ട് ചക്കരപ്പൊക്കൽ ഉണ്ടാക്കി പോയി. കേശോട്ടാ, എന്തായാലും അവരെ വെറുതെ വിടാൻ പറ്റൂല. അത് വിടാൻ പറ്റൂല. പക്ഷെ എന്നും പറഞ്ഞോണ്ട് നമുക്ക് നേരെ ഒന്നും കേറാനും പറ്റൂല. വരത്തിന് വിവരം പോകുന്നില്ല. പക്ഷേ നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് എന്റെ മുമ്പ് ആലോചിക്കട്ട്. സംഭവം അവന്മാരൊക്കെ എപ്പോഴും ഇങ്ങനെ കട്ടായി നിൽക്കുന്നുണ്ടേ. നമ്മൾ ചിലപ്പോ ചെന്ന് കയറി അവര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയൂല. കേട്ടല്ലേ? ഹലോ ബ്രോ. ബ്രോ എന്താ ബ്രോ തപസ്സിരിക്കാണ്? അല്ല, ഞാനിങ്ങനെ അങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാ. അതെ, അങ്ങോട്ട് കണ്ടില്ലല്ലോ. അല്ല, അങ്ങനെ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോ മൂടങ്ങ് പോയി. അപ്പൊ അങ്ങനെ ഇവിടെ ഇരുന്നേ. ഇതെന്തിനാ ഒരു ഹെൽമെറ്റ് ഒരാൾക്ക് മാത്രം മതിയാ, വേറെ ആർക്കും വേണ്ടേ? ഹെൽമെറ്റ് ഒക്കെ എന്തിനാ ബ്രോ? നമുക്ക് നമ്മുടേതായ രീതി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. പിന്നെ നമുക്ക് നമ്മുടേതായ രീതി നടക്കാം. വേറെ മൂടാ. മനസ്സിലായി. കുഴപ്പമില്ല. എവിടെ ചെന്ന് മൂടിടിച്ച് മണ്ടേ മുളന്ന് വീഴുമ്പോ മാറിക്കോളൂ. ഞാൻ പറഞ്ഞത് ഹെൽമെറ്റേ വേണ്ട. നമുക്ക് ഫ്രീഡം വേണം. നമുക്ക് ഫ്രീഡം വേണം. ഫ്രീഡം വേണം. നമ്മുടെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കണേ? നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലേ. പിന്നെ എന്തൊരു വേറെ അവന്റെ ഫ്രീഡത്തിൽ കയറി ചൊറിയാൻ പോകുമ്പോ അവന്മാരും കയറി ചൊറിയും. ഉള്ള ഫ്രീഡം കൂടെ പോവും. അപ്പൊ നിങ്ങൾ പോവാണോ? അതെ, നമ്മള് ഇപ്പൊ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരും. നാളെ ഇവിടെ തന്നെ കാണോ? നാളെ ഇവിടെ തന്നെ കാണാം. അങ്ങോട്ട് വരൂലേ? നൈസായിട്ട് ഇറങ്ങ്. ഞാൻ ഇറങ്ങാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കൂട്ടുകാരൊക്കെ വിളിച്ചോണ്ട് ഇറങ്ങി. ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലത്തിന് ഫസ്റ്റ് ഞാൻ വരാം. നമുക്ക് പൊളിക്കണം കേട്ടാ. പിന്നെ വരുമ്പോ കൈ വരല്ലേ? അതെന്ത് ചോദ്യം ബ്രോ? കയ്യില് സെറ്റ് ആയിരിക്കും. അത് മതി. അപ്പൊ നാളെ നമ്മള് പൊളിക്കും. നാളെ വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ട് വരും. ലവ് യു ബ്രോ. വാ തുറക്കുമല്ലേ? ലവ് യു ടു. ബ്രോ വീടൊക്കെ എവിടെ? അല്ല ബ്രോ, വീടിനെ പറ്റി ഓർമ്മിക്കല്ലേ, കേൾക്കുമ്പോ തന്നെ ഭ്രാന്താവും. ഇല്ല, നമ്മള് ചോദിക്കില്ല. ഫ്രീ ബേർഡ്സ് അല്ലേ, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞല്ലേ. ആളെ കാണുന്നു, അവിടെ വെച്ച് കാണുന്നു, അടിച്ച് പൊളിക്കുന്നത്. അല്ല, എവിടെ വെച്ച്? മറ്റേ അവിടെ വെച്ച് നമ്മളെല്ലാം കൂടെ ഫ്രണ്ട്സ്. നമ്മള് പറഞ്ഞില്ലേ നമ്മള് നേരത്തെ? ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു നാളെ അടിച്ചു പൊളിക്കുന്നൊക്കെ. അയ്യോ ബ്രോ, ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. അവിടെ വെച്ച് കാണുന്നു. ഓക്കെ, ശരി. അപ്പൊ എല്ലാം പറഞ്ഞു. ലവ് യു ബ്രോ. ഓക്കെ, ലവ് യു ടു ബ്രോ. 1 2 3 അളിയാ 4 പേരിലായിരുന്നാ? എവിടെ 4 പേര്? 4 പേരാ? 4 പേരുണ്ടല്ലോ. 1 2 3 4. അല്ലല്ല, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഇപ്പൊ 4 പേരില്ല, 3 ഉള്ളൂ. 4 പേര്. 1 2 3 4. അല്ലളിയാ, നിങ്ങളുടെ കൂടെ ഒരാളും കൂടി ഇല്ലായിരുന്നോ? ഇത് അഞ്ചാമൻ. നേരത്തെ ബൈക്ക് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അഞ്ചാമൻ പോയി. ഓക്കെ. മനസ്സിലായില്ലേ? മനസ്സിലായി. എല്ലാം മനസ്സിലായി. ശരി. ഓക്കെ. അപ്പൊ ബ്രോ, നാളെ കാണാം. വീടിനേലും പറഞ്ഞില്ല. ഫ്രീഡം. നീ അവരോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നോ? നിങ്ങളൊന്നും സംസാരിച്ചോണ്ടിരുന്നേ? നമ്മളിങ്ങനെ എന്തേ ഈ ഫ്രീഡത്തിനെ കുറിച്ച്, പിന്നെ അങ്ങനെ ഈ ലോകം വേറെ ലോകം, അങ്ങനത്തെ സെറ്റപ്പൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു. വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നാളെ ഞാനും നമ്മുടെ ടീമുമായിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. നമ്മുടെ ടീമാ? നമ്മള് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോണു നാളെ. ചില്ലല്ലേ? என்ன கேசு இது? வேண்டாம் கேசு, அவங்க எல்லாம் ரொம்ப டேஞ்சரஸ்.
എന്തൊരു ഡേഞ്ചറസ് ആന്റി, നമുക്കറിയാത്ത ഡേഞ്ചറാ. അവര് നമ്മുടെ പിള്ളേരല്ലേ, ഡേഞ്ചറസ് ഒന്നുമല്ല, അവര് സ്മൂത്താണ്. യേശുവേ നീ എന്ത് കാണിക്കാൻ പോണ്? അമ്മാരുടെ പോയിടത്തൊക്കെ വലിച്ചു കയറ്റാൻ പോണ? ദേ കളിക്കണ കളിയല്ല കേട്ടാ. പാമ്പിനോട് കളിക്കുമ്പോ മിനിമം രായവമ്പാലോടെങ്കിലും കളിക്കണം. മോനെ, അവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നീ അതിനൊന്നും പോവില്ല, അതൊക്കെ തലപെരുത്തിരിക്കുന്നതാ. കണ്ടോടെ ഏതാണ്ട് പിന്നെയും അമ്മൂമ്മ ചേര തിന്നണ നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തന്നെ തിന്നണമെന്ന് കേട്ടിട്ടില്ലേ? എന്തോന്നടേ രാജവെമ്പാല, ചേര, മൂർഖൻ, നീ എന്ത് പാമ്പ് കൊടുത്തക്കാരനാ? അടി ഞാൻ പാമ്പാട്ടിയാവാൻ പോണു. എടി നീ നോക്കിക്കോ, നാളെ നമ്മുടെ പിള്ളേരുടെ തിണ്ടിയല്ലേ. എന്ത് എന്താണ് നിന്റെ ഉദ്ദേശം? നീ എന്താണ് പ്ലാൻ ചെയ്യണെന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്ര നേരം പറഞ്ഞു നിന്റെ ചെവിക്കകത്ത് ആപ്പാ. വൃത്തിക്ക് പറ. എന്താ വൃത്തിക്ക് പറയാൻ? ഞങ്ങള് നാളെ എല്ലാരും കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങളിങ്ങനെ പറന്ന് കിടക്കും. നീ എന്തെന്നാ പ്ലാൻ ചെയ്യണേന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ അത് എന്താണെങ്കിലും നമ്മളുടെ അടുത്തും കൂടെ ഒന്ന് പറയണം. പറയണം. ഇല്ല പറയാം. എടേ അവന്മാര് നിനക്ക് വല്ലതും കളിക്കി തന്നു, നീ എങ്ങാനും ബോധമില്ലാണ്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ പിടിച്ചോണ്ട് വരാനെങ്കിലും ഞങ്ങൾ വേണം. അതിനാണ്. എന്താ ശിവ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകില്ലേ? നിങ്ങൾ ചില്ലിയല്ലേ? നമ്മൾ എനിക്ക് ചില്ലിയുണ്ട്, ഞാൻ ചില്ലിട്ട് വെക്കും. പക്ഷെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇമാതിരി ഫ്രണ്ട്സ് ഒന്നും ഞങ്ങൾക്കില്ല. നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ അല്ല, അന്ന് വിഷയമുള്ള കേസല്ലല്ലോ. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ പോയെ. നീ ഇപ്പോഴേ കട്ടാറുണ്ട്. അവന്മാര് നിനക്ക് വരാൻ തന്നാ? ഇല്ല കട്ടാക്കും ഞാൻ. ഷിബു റോക്സ് ലേ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.